എന്താ ഇത്? എല്ലാരും മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ സുകുമാരപിള്ളേ. റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു സസ്പെൻഷൻ. സാരല്ല സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നാലും മനസ്സിനൊരു സുഖമുണ്ട്. ഒരു നിരപരാധി രക്ഷപ്പെട്ടല്ലോ, അത് മതി. താൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. നിങ്ങൾ വിഷമിക്കണ്ട. വിധിയുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ വരും. വരട്ടെ. കറിക്കോളൂ. അല്ല, ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? അന്നത്തെ പോലെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സമാധാനായി. ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാം. രാഘവേട്ടന്റെ സ്വന്തം സ്ഥലം എവിടെയാ? കുറച്ച് തെക്ക. തെക്കെന്ന് വെച്ചാ സ്ഥലത്തിന് പേരില്ലേ? പേരൊക്കെ ഉണ്ട്. എന്തിനാ അതൊക്കെ അറിയുന്നത്? അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആ വഴി അങ്ങനെ വരാൻ ഇടവന്ന ഒന്ന് കേറാലോ. ചേച്ചി മമ്മി ഇവിടെ വന്നിരിക്കല്ലേ? ആ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട. പോലീസുകാരുടെ ബഹളമാ. ഞാനിപ്പോ വേലുവസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2-3 പോലീസുകാർ എന്നോട് ചോദിക്കുക, വേലുവസം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടല്ലോ, പിന്നെ ഇവിടെ എന്താ കാര്യമെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരുത്തൻ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വെച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇങ്ങനെയായ നാട്ടുകാർ തന്നെ അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുമെന്നാ തോന്നേ. എന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാലോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരുത്തൻ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വെച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇങ്ങനെയായ നാട്ടുകാർ തന്നെ അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുമെന്നാ തോന്നേ. എന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാലോ. മാധവൻകുട്ടി, എല്ലാം എനിക്കറിയാം മാധവൻകുട്ടി. താൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചിരിക്കുന്നതും. ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം മാധവൻകുട്ടിക്ക് വേറെ എവിടെയും കിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല. ശരിയായിരിക്കാം, പക്ഷെ 4 വശവും പോലീസ് ഓടി നടക്കുക. അവരുടെ കൈപ്പെടാതെ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ തനിക്ക് പോവാം. മാധവൻകുട്ടി, എന്റെ അമ്മമ്മയുടെ മനസ്സ് നിറയെത്താനാ. തന്നെ പോലീസുകാർ പിച്ച് ചിന്തുന്ന കണ്ടു നിൽക്കാൻ കരുത്തില്ലാത്തോണ്ട് പറയാം. പോകരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ഡിപ്പാർട്ട്മെന്റ് തന്നില്ലേ? എന്നിട്ട് ഇതുവരെ അവനെ കുറിച്ച് ക്ലൂ കിട്ടിയില്ലെന്ന് വെച്ചാൽ DGP എന്ത് പറയും? കാട്ടിൽ ഇനി അരിച്ചു പെറുക്കാൻ ഒരു സ്ഥലവും ഇല്ല സർ. നമ്മൾ ഫോറസ്റ്റ് വളയുന്നതിന് മുമ്പേ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ ചാടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ട് നോൺസെൻസ്! സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ അവൻ എന്തിനാണ് ജയിലടിയത്? സർ, അത് മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ മനസ്സ് വെച്ചാൽ അവനെ കസ്റ്റഡി എടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ അതിന് തുനിയുന്നില്ല. കാരണം നിങ്ങൾക്ക് അവനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട്. സാർ എന്താ ഈ പറയുന്നത്? എനിക്ക് അവനോട് പ്രത്യേക താല്പര്യമോ? എന്താ സംശയം? തന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡ്യൂട്ടി വേറെ, റിലേഷൻ വേറെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് സാർ ഞാൻ. എന്റെ ഭാര്യയും മാധവൻകുട്ടിയും തമ്മിൽ അടുപ്പമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമല്ല. മാധവൻകുട്ടി കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. എനിവേ 24 അവേഴ്സിനകം അവനെ കസ്റ്റഡിയിൽ എത്തിക്കണം. സാർ, കോഫി എന്താ നന്ദേട്ടാ വല്ലാതെ? മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. പോനാ പറഞ്ഞത്.
ഞാൻ നന്ദകുമാർ. അവനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവൻ ഈ ഫോറസ്റ്റ് വിട്ട് എങ്ങും പോയി കാണില്ല. നിങ്ങൾ ആദിവാസി കോളനി ഉൾപ്പെടെ എല്ലാ വീടുകളും സെർച്ച് ചെയ്യണം. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നാളെ നേരം പുലരുന്നതിന് മുമ്പ് അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ. മാധവൻകുട്ടി, മാധവൻകുട്ടി, കർമ്മം ചെയ്യാനെങ്കിലും അവനിങ് എത്തുവോ? എങ്ങനെ എത്താനാ? ഇവിടെ വന്ന പോലീസ് പിടിക്കില്ലേ? അപ്പൊ പിന്നെ കർമ്മങ്ങളൊക്കെ ആരാ ചെയ്യാ? ഞാൻ പോകുന്നു അച്ഛനെ. ഇല്ലേ, എങ്ങനെ പോകും? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനൊക്കില്ല. അവരെന്നെ പിടിക്കേ കൊല്ലെ എന്ത് വേണേലും ചെയ്തോട്ടെ. എന്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ജയിലിൽ ആടിയത്. ഏക മകനാ ഞാൻ. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് പോണാ അച്ഛനെ.